ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയറിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രോക്സി യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രോക്സി എന്നാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 4K വീഡിയോ അല്ലെങ്കിൽ നല്ല റെസൊല്യൂഷൻ ഉള്ളൊരു വീഡിയോ നമ്മുടെ പ്രീമിയറിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ലാഗ് വരാറുണ്ട്. ആ കേസിൽ നമുക്ക് പ്രോക്സി യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ലാഗ് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താണ് പ്രോക്സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വീഡിയോയുടെ ഇച്ചിരി റെസൊല്യൂഷൻ കുറഞ്ഞൊരു വേർഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ വേർഷൻ തന്നെ ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോക്സിക്ക് പകരമായിട്ട് നമ്മുടെ വ്യൂവറിൻ്റെ അകത്ത് തന്നെ നമുക്കാണ് റെസൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ ഫുൾ റെസൊല്യൂഷൻ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ആക്കി ഇടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ 1/4 ആക്കി ഇടാൻ പറ്റും. ചില സമയത്ത് ചില വീഡിയോസ് നമ്മൾ എത്ര ചെയ്താലും നല്ല ലാഗായിരിക്കും. ആ കേസിൽ നമുക്ക് പ്രോക്സി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ പ്രോക്സി യൂസ് ചെയ്യാമെന്ന് നോക്കാം. പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അഡോബ് മീഡിയ എൻകോഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ആക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോക്സി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് പാനൽ എടുക്കണം. പ്രോജക്റ്റ് പാനലിൻ്റെ അകത്ത് ഏത് വീഡിയോ ആണോ നമുക്ക് പ്രോക്സി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യണം. ഒന്നിലധികം വീഡിയോ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്കാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കാണ് പ്രോക്സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. പ്രോക്സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കാണ് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് പ്രോക്സീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാനുള്ള പാനൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ അഡോബ് മീഡിയ എൻകോഡർ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ ഈ പാനൽ വരത്തില്ല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് 2 ഉണ്ട്. H.264 ഉണ്ട്, ക്വിക്ക് ടൈം ഉണ്ട്. ക്വിക്ക് ടൈം ആയിരിക്കും കൂടുതൽ ബെറ്റർ. ക്വിക്ക് ടൈം ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് പ്ലേ ഒക്കെ ചെയ്യുന്നത്. ഇനിയുള്ളത് പ്രീസെറ്റാണ്. പ്രീസെറ്റ് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് പ്രീസെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കാം ഈ വീഡിയോയിൽ തന്നെ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പ്രീസെറ്റ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്കാണെങ്കിൽ ലോവർ റെസൊല്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മീഡിയം റെസൊല്യൂഷൻ പ്രോക്സി കൊടുക്കാം. സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കാണെങ്കിൽ അത് ആഡ് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോക്സിക്ക് ചെറിയൊരു വാട്ടർമാർക്ക് കാണുന്നതാണ്. ഇത് നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏത് ഫോൾഡറിൽ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഒറിജിനൽ മീഡിയ കിടക്കുന്ന അതേ ഫോൾഡറിൽ തന്നെയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ വേണമെങ്കിൽ ഇത് മാറ്റിയിടാൻ പറ്റുന്നതാണ്. ഇനി ഞാനാണെങ്കിൽ ഓക്കെ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ പ്രോക്സി ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മീഡിയ എൻകോഡർ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ആവുന്നതെന്ന് നോക്കാം. മീഡിയ എൻകോഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് പ്രോക്സി റെൻഡർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോക്സി ക്രിയേറ്റ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് കണക്റ്റ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നമുക്കിത് റെൻഡർ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഫുള്ള് റെൻഡർ ആയിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഇതങ്ങ് മിനിമൈസ് ചെയ്തിടാൻ പോവാണ്. മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തൊരു സിമ്പിളോട് ആഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് പ്രോക്സി ഉണ്ടെന്നാണ് അർത്ഥം. അതായത് ഈ വീഡിയോ ആയിട്ട് പ്രോക്സി കണക്റ്റ് ആക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് പ്രോക്സി ഒന്നും വന്നിട്ടില്ല. നമ്മൾ വാട്ടർമാർക്ക് എനേബിൾ ചെയ്തായിരുന്നു. നമ്മൾ പ്രോക്സി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോക്സിക്കകത്ത് വാട്ടർമാർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വാട്ടർമാർക്കൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂവറിൽ കാണുന്നത് ഒറിജിനൽ ഫുട്ടേജ് തന്നെയാണ്, പ്രോക്സി ഒന്നുമല്ല. അപ്പോൾ പ്രോക്സി കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോക്സിയുടെ ഒരു ഐക്കൺ ഉണ്ട്. ഈ ഒരു ഐക്കൺ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ പ്രോക്സി ആവുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണുന്നത് പ്രോക്സിയാണ്. പ്രോക്സിയുടെ ഒരു സിമ്പിളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ബട്ടൺ എഡിറ്റർ ഉണ്ട്. ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ബട്ടൺ അത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടണം. അപ്പോൾ ഈ ഒരു ബട്ടണാണ് നമുക്ക് വേണ്ടത്. ഇതില്ലെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള പ്രീസെറ്റ് ഉപയോഗിച്ച് നമുക്കാണ് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോക്സി നമുക്ക് അൺലിങ്ക് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രോക്സി എടുക്കാം. എന്നിട്ട് നമുക്കാണ് ഡിറ്റാച്ച് പ്രോക്സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഡിറ്റാച്ചും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആൾറെഡി ഒരു പ്രോക്സി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാണ് ഇവിടെ അറ്റാച്ച് പ്രോക്സീസ് എടുത്തിട്ട് നമ്മുടെ പ്രോക്സി സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഡിറ്റാച്ച് കൊടുക്കാം. ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രോക്സി എടുക്കുന്നു, അറ്റാച്ച് പ്രോക്സീസ് എടുക്കുന്നു. നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രോക്സി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് അറ്റാച്ച് കൊടുക്കാം. അറ്റാച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്രോക്സി കിടക്കുന്ന ഫോൾഡർ എടുക്കുക. ഇതിൻ്റെ അകത്ത് പ്രോക്സി എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് ക്രിയേറ്റ് ആയിരുന്നത്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ എടുക്കാൻ പോവാണ്. ഇപ്പോൾ പ്രോക്സി അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഞാനാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതങ്ങ് ഡിറ്റാച്ച് ചെയ്യാൻ പോവാണ്. പ്രോക്സി എടുക്കുന്നു, ഡിറ്റാച്ച് കൊടുക്കുന്നു. ഡിറ്റാച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന പ്രീസെറ്റ് ഉപയോഗിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിനായിട്ട് നമുക്ക് ആദ്യം സ്വന്തമായിട്ടൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് സിമ്പിളാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുകളിൽ ഫയൽ എടുക്കണം. ഇതിൻ്റെ അകത്ത് നമുക്കാണ് എക്സ്പോർട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മീഡിയ എടുക്കാം. അപ്പോൾ മീഡിയ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കാണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കാണ് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീസെറ്റാണ്. അപ്പോൾ നമുക്കാണ് ഇഷ്ടമുള്ള പ്രീസെറ്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാനാണ് ഇതിൻ്റെ അകത്ത് ക്വിക്ക് ടൈം സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വിക്ക് ടൈം ആക്കാം. ക്വിക്ക് ടൈം കിടപ്പുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വീഡിയോ ഓപ്പൺ ആക്കാൻ പോവാണ്. എന്നിട്ട് ഞാനാണ് വീഡിയോ കോഡാക്കുണ്ട്. കോഡാക്ക് ഞാനാണെങ്കിൽ ആപ്പിൾ പ്രോഡക്ട്സ് 422 പ്രോക്സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കാൻ പോവാണ്. ആക്കിയിട്ടുണ്ട്.
ഇനി ഞാൻ താഴോട്ട് എടുക്കാൻ പോവാണ്. താഴോട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കാൻ പോവാണ്. എഫക്റ്റ് എടുത്തിട്ട് ഞാനാണ് നെയിം ഓവർലേ ഉണ്ട്. നെയിം ഓവർലേ എനേബിൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനാണ് ഇതിന് ഒരു പേര് കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാനാണ് പ്രോക്സി എന്ന് കൊടുക്കാൻ പോവാണ്. പ്രോക്സി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഫോർമാറ്റ് മാറ്റാൻ പോവാണ്. ഫോർമാറ്റ് ഞാനാണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഒള്ളി മാത്രം ആക്കാൻ പോവാണ്. പ്രോക്സിന്ന് മാത്രം കിടപ്പുണ്ട്. എന്നിട്ട് ഞാനാണ് പൊസിഷൻ മാറ്റാൻ പോവാണ്. പൊസിഷൻ ഞാനാണെങ്കിൽ ലെഫ്റ്റ് ആക്കാൻ പോവാണ്. ബോട്ടം ലെഫ്റ്റ് ആക്കാൻ പോവാണ്. ഇവിടെ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങോട്ട് നീക്കിയൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നമുക്കാണ് നീക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും തന്നെ വെക്കുവാണ്. ഇനി ഞാനാണ് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ പോവാണ്. അതങ്ങ് 0 ആക്കാൻ പോവാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. 0 ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് പ്രോക്സിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രോക്സി ആണോ എന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ റെസൊല്യൂഷൻ മാറ്റണം. ഇപ്പോൾ വീഡിയോ എടുക്കണം. അതിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ വീഡിയോയുടെ റെസൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഫ്രെയിം സൈസ് കിടപ്പുണ്ട്. ഇവിടെ ഞാനാണെങ്കിൽ ഇതങ്ങ് മാറ്റുവാണ്. ടിക്ക് അങ്ങ് മാറ്റുവാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ മാനുവലായിട്ട് ഈ റെസൊല്യൂഷൻ കുറയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനാണ് ഇവിടെ കസ്റ്റം ഇടാൻ പോവാണ്. പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കരുത്. അതിന് പകരം കസ്റ്റം ഇട്ടിട്ട് നമ്മളാണ് ഇവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനാണ് ഹൈറ്റ് 720 ആക്കാൻ പോവാണ്. 720 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനാണ് എൻ്റർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്. 720 ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്ത്തും മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീസെറ്റ് നമ്മളങ്ങ് സേവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാനാണ് ഇവിടെ പ്രീസെറ്റിൻ്റെ അവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സേവ് പ്രീസെറ്റ് കൊടുക്കാൻ പോവാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണ് ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിൾ പ്രോറസ് പ്രോക്സി 720 ഇടാൻ പോവാണ്. ഇപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഓക്കെ കൊടുക്കാൻ പോവാണ്. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ആപ്പിൾ പ്രോറക്സ് പ്രോക്സി 720 എന്ന് പറയുന്നൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും. ആ ഒരു പ്രീസെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രീസെറ്റാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ നമുക്കാണെങ്കിൽ പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആക്കണം ഇത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ തൽക്കാലം നമുക്ക് എഡിറ്റ് പാനലിലോട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ എൻകോഡർ എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ മീഡിയ എൻകോഡർ എടുക്കുവാണ്. ഇപ്പോൾ ഞാൻ മീഡിയ എൻകോഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റ് പ്രീസെറ്റ് എന്നാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ക്രിയേറ്റ് ഇൻജസ്റ്റ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മീഡിയ എൻകോഡർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ബ്രൗസർ ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇൻജസ്റ്റ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനാണ് ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. നേരത്തെ കൊടുത്ത അതേ പേര് തന്നെ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനാണ് ഇതിൻ്റെ കൂടെ ഇൻജസ്റ്റ് എന്നൂടെ ഇടാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഇൻജസ്റ്റ് എന്നൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ നമുക്കാണ് ട്രാൻസ്കോഡ് ഫയൽസ് ടു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പോവാണ്. എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളാണ് ഇതിൻ്റെ അകത്ത് ഫോർമാറ്റ് ക്വിക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളാണ് പ്രീസെറ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് ആയിരിക്കണം. അത് നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആപ്പിൾ പ്രോറക്സ് പ്രോക്സി 720 ആണ്. നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെലക്ട് കൊടുക്കാൻ പോവാണ്. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതങ്ങ് സേവ് ചെയ്യാൻ പോവാണ്. ഇവിടെ താഴെ നമുക്ക് ഓക്കെ ഉണ്ട്. ഓക്കെ കൊടുത്താൽ മതി. സേവ് ആയിക്കോളും. സേവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ ആപ്പിൾ പ്രോറക്സ് പ്രോക്സി 720 ഇൻജസ്റ്റ് എന്ന് പറയുന്നൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രീസെറ്റിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റ് പ്രീസെറ്റ് എന്നാണ്. ഈ പ്രീസെറ്റ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കാണെങ്കിൽ പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്കാണെങ്കിൽ തൽക്കാലം നമ്മുടെ പ്രീമിയർ പ്രോ എടുക്കാം. എന്നിട്ട് നമുക്കാണ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രോക്സി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് ഉപയോഗിച്ചിട്ട് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്രോക്സി എടുക്കുന്നു, ക്രിയേറ്റ് പ്രോക്സീസ് എടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീസെറ്റ് നമ്മുടെ പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രീസെറ്റ് ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ഇൻജസ്റ്റ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രീസെറ്റ് എവിടെയാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? പ്രീസെറ്റ് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ അഡോബ് മീഡിയ എൻകോഡർ തന്നെ എടുക്കണം. അഡോബ് മീഡിയ എൻകോഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിവീൽ പ്രീസെറ്റ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. എന്നിട്ട് നമുക്ക് മുകളിൽ കാണുന്ന ഈ ലൊക്കേഷൻ അങ്ങ് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രീസെറ്റ് കിടക്കുന്ന ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ മൊത്തത്തിൽ കോപ്പി ചെയ്യണം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, Ctrl+C അടിക്കുക. കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. പ്രീമിയർ പ്രോ എടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ ആഡ് ഇൻജസ്റ്റ് പ്രീസെറ്റ് ഒന്നുകൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ ആ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl+V അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ പ്രോക്സി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളാണ് ക്രിയേറ്റ് ചെയ്തതാണ് ആപ്പിൾ പ്രോറക്സ് പ്രോക്സി 720 ഇൻജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ കൊടുക്കണം. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് വാട്ടർമാർക്ക് ഒന്നും വേണ്ട. നമ്മൾ ആൾറെഡി വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർമാർക്കൊന്നും വേണ്ട. ഇനി നമുക്കാണെങ്കിൽ ഓക്കെ കൊടുക്കാം. ഇപ്പോൾ എങ്ങനെയാണ് പ്രോക്സി ക്രിയേറ്റ് ആവുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ അഡോബ് മീഡിയ എൻകോഡർ ഓപ്പൺ ആയിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോക്സി ക്രിയേറ്റ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രോക്സി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതങ്ങ് ക്ലോസ് ചെയ്യാം.
ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആൾറെഡി ഒരു പ്രോക്സി അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ പ്രോക്സി കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് എനേബിൾ അല്ലെങ്കിൽ കണക്റ്റ് ആയിരിക്കത്തില്ല. ഇത് എനേബിൾ ചെയ്താൽ മാത്രമേ കണക്റ്റ് ആകത്തുള്ളൂ. ഇവിടെ പ്രോക്സി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോക്സിയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഈ ഒരു പ്രോക്സി ഉപയോഗിച്ച് കളർ റീഡ് ചെയ്യാനൊന്നും പാടില്ല. നമ്മളൊന്ന് കളർ റീഡൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ പ്രോക്സിയൊക്കെ ഉപയോഗിക്കാതെ തന്നെ കളർ റീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോക്സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രോക്സി കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ എല്ലാ എഡിറ്റും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഗ്രാഫ് സ്റ്റെബിലൈസർ ഉപയോഗിക്കാൻ പാടുള്ളൂ.